ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത വീഡിയോയിൽ എന്താ പറയുക കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഓൾറെഡി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. കൺവേർട്ട് എൻറ്റിറ്റി ടൂൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഞാനിപ്പം ഈ ഒരു ഷേപ്പ് ഉണ്ടോ, ഇപ്പോൾ കൈ പോലെ ഇരിക്കണം, ഈ 3 ഷേപ്പ്. എനിക്ക് ഈ 3ൻ്റെ ഈ ഡ്രോയിങ്സ് ഇതിൻ്റെ മുകളിൽ വരണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിക്ക് ഇതിൻ്റെ മുകളിൽ ഇത് സ്കെച്ച് പ്ലെയിൻ എടുത്തിട്ട് വരക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത് നോർമലായിട്ടുള്ള വഴിയാണ് വരക്കുന്നത്. പിന്നെയുള്ളതാണ് കൺവേർട്ട് എൻറ്റിറ്റി ടൂൾ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്രോയിങ്സ് ഈ പ്ലെയിനിൽ വരുത്തിക്കാൻ പറ്റും. അപ്പോൾ അതിനാദ്യം ഈ പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രോയിങ് പ്ലെയിനായിട്ട് മാറ്റുക. എന്നിട്ട് ഡ്രോയിങ് പ്ലെയിനായി മാറ്റിയതിന് ശേഷം അപ്പോൾ എന്താ സ്കെച്ചിലുള്ളത് ഇവിടെ കൺവേർട്ട് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ ടൂൾ ഉണ്ട്, ടൂൾ ബാറിൽ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. കൺവേർട്ട് എൻറ്റിറ്റീസ് എടുക്കുക. കൺവേർട്ട് എൻറ്റിറ്റീസ് എടുക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു ബ്ലൂ കളർ ബോക്സ് ഉണ്ട്, എൻറ്റിറ്റീസ് ടു കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനം, കൺവേർട്ട് ചെയ്യാനുള്ള സാധനം നമ്മൾ ഇവിടെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എനിക്കിപ്പോൾ ഇത് ഈ ഒരു ഫിഗറാണല്ലോ ഇങ്ങോട്ടേക്ക് മാറ്റട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓരോ എഡ്ജും സെലക്ട് ചെയ്യും. അതായത് ഏതൊക്കെ ഫിഗറിലുള്ള എന്തൊക്കെയാണോ മാറ്റേണ്ടത് അപ്പോൾ മൊത്തം സെലക്ട് ചെയ്യുക. അതേപോലെ ഇത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാ ഭാഗങ്ങളും ഞാനിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കാണാം, എഡ്ജ് 1 മുതൽ എഡ്ജ് 15 വരെ. അപ്പോൾ ഇത് സെലക്ട് ആയതിനു ശേഷം ഇതാ ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ കണ്ട നമ്മൾ ഈ ഫിഗറിൻ്റെ ഡ്രോയിങ് അല്ലെങ്കിൽ എഡ്ജ് പാറ്റേണോ അത് എന്താണോ അത് നേരെ ഈ ഫിഗറിൻ്റെ, അതായത് നമ്മൾ ഏതാണോ സ്കെച്ചിങ് പ്ലെയിൻ ആ സ്കെച്ചിങ് പ്ലെയിനിലോട്ട് നമുക്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില ഫിഗേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിഗറിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഫിഗറിന് കൺവേർട്ട് എൻറ്റിറ്റി അടിച്ചിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കണം പ്ലെയിനിലോട്ട് മാറ്റാൻ പറ്റും. അതാണ് ഈ ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.